ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ നിക്കാഹ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു വെഡ്ഡിങ് കേക്ക് ആണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ്. ഒരു 3 തട്ട് കേക്കാണ്. 2.5 കിലോൻ്റെയും 1.5 കിലോൻ്റെയും 1 കിലോൻ്റെയാണ്. ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. നമുക്ക് റെഡ് വെൽവെറ്റാണ് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ഒരു റെഡ് വെൽവെറ്റിന് നമ്മളെ നാട്ടിലൊക്കെ തന്നെ ഒരു 1000 സംതിങ് ഉണ്ട് റുപ്പീസ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് 2.5 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നോർമൽ സാധാ പാക്കറ്റത്തെ ആ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. തണുപ്പ് ഉണ്ടാവരുത് കേട്ടോ, നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിലുള്ളതാണ്. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മൂടി വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, ഓൾ പർപ്പസ് ഫ്ലോർ. അതിലേക്കൊരു 2 ടീസ്പൂൺ ഇതാണ് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ കൂടാതെ ശ്രദ്ധിക്കണം, റെഡ് വെൽവെറ്റ് ആകുമ്പോൾ അതിൻ്റെ കളർ മാറിപ്പോകും. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 2-3 തവണയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഇടഞ്ഞെടുക്കണം. നല്ല കേക്കിന് സോഫ്റ്റ്നെസ് കൂടുള്ളൂ. പിന്നെ തരിയൊന്നും ഉണ്ടാവാതെ കിട്ടും വേണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 വട്ടം ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 125 ഗ്രാം ബട്ടറാണ്. ഇത് ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചതല്ല, പുറത്ത് വെച്ചിട്ടുള്ളത് തന്നെയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഞാനിപ്പോൾ അമൂലിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗറാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് ഷുഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച് നന്നായിട്ട് പൊടിക്കണം കേട്ടോ, ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുള്ള ഷുഗർ ആയിരിക്കണം. ഇത് നമുക്ക് ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ടിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ഞാൻ ഇതിന്റെ മുമ്പ് റെഡ് വെൽവെറ്റിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ബട്ട് ഇതേപോലെ അല്ല, അതിൽ കുറച്ച് മെത്തേഡ്സ് ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ബട്ടർ മിൽക്ക് ഒന്നും ആഡ് ചെയ്യണില്ല. ഇനി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഈ ഷുഗറും ബട്ടറും ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി, രണ്ടും കൂടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗാണ് ചേർക്കേണ്ടത്. ഇവിടെ വൈറ്റും യോക്കും അങ്ങനെയൊന്നും തിരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക്, ഞാനിവിടെ 5 മുട്ടയാണ് എടുക്കുന്നത്. 2.5 kgക്ക് 2 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഓരോന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ മുട്ടയുടെ കൂടെ ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മതി വാനില എസൻസ്. നന്നായിട്ട് തന്നെ ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഓരോ മുട്ടയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫുൾ മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മള് ബട്ടർ മിൽക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്താൽ മതി.
ഇത് മുഴുവനും ചേർത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബട്ടർ മിൽക്കും ബട്ടറും എഗ്ഗും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്താൽ മതി. പിന്നെ ബീറ്റ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഓരോന്ന് ഇട്ടുമ്പോഴും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാണ് ചെയ്യണത്. ഒരു ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് വെൽവെറ്റ് അല്ലേ, അപ്പൊ കളർ ചേർക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ടൊമാറ്റോ റെഡ്, അങ്ങനെ പലതരത്തിലുള്ള റെഡ് കളർ ഉണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള സൂപ്പർ റെഡ് ആണ്. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കളർ. പിന്നെ കുറച്ച് എക്സ്പെൻസീവും കൂടിയാണ്, വിലയൊക്കെ ഉണ്ട്. അപ്പൊ നല്ല കളറാണ്. നമ്മൾ കളർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വിലയുള്ള കളർ തന്നെ എടുക്കാൻ നോക്കുക. കാരണം ഫുഡ് കളർ നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള തന്നെ വേണം. അപ്പോൾ സൂപ്പർ റെഡ് ആണ്. ഇതിപ്പോൾ മിക്ക മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് ഡ്രോപ്സ് ആയി ഇട്ടിച്ചിട്ട് നമുക്ക് വേണ്ടത്ര കളറാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ കളറൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിന്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ 2.5 kg ടിന്നാണ്. 2.5 അല്ല, 2 kg ടിന്നാണ്. അപ്പൊ അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിനെ മേലെ ജസ്റ്റ് ഒന്ന് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിതിന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റിയാണ്. ഒരു 40 മിനിറ്റ്സ് ആണ് ഞാൻ അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ കുക്കറിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ കുറെ കേക്ക് അങ്ങനത്തെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുക്കായിട്ടുണ്ടോന്ന് ബേക്ക് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം മോൾഡിൽ നിന്ന് ഇതാക്കി എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ 1 kg ഇതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ ഇതിന്റെ റെസിപ്പി കാണിച്ചിട്ടില്ല, കാരണം ഓരോന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ കുറച്ചിട്ട് എടുത്താൽ മതി. ഇനി അവിടെ 1 kg കാണിക്കണുണ്ട്. അപ്പോൾ 1 കിലോന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 50 ഗ്രാം ബട്ടറാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും. എല്ലാവരും എന്നോട് 1 kg മെഷർമെന്റ്സും അളവൊക്കെ ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1 kg തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 മുട്ടയാണ്. 1 കിലോയിലേക്ക് 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാത്തിന്റെയും അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഓരോ മുട്ട ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ മുട്ടേന്റെ കൂടെ ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുകയാണ്. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ മിൽക്കാണ് ചേർക്കേണ്ടത്. ഇതിവിടെ 1/2 കപ്പ് ബട്ടർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം ഒരു വട്ടം ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഇത് എടുക്കാഞ്ഞത്. ഞാൻ മെഷർമെന്റ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ, അതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ടൊന്ന് തരിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഫോൾഡ് ചെയ്തതിനു ശേഷം ഒരു വട്ടം ഒന്ന് ബീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്യാണ് ചെയ്യണത്. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. അവസാനം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ശരിക്കും ബീറ്റ് ചെയ്യേണ്ട. ബട്ട് നമ്മൾ എന്തെങ്കിലും ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇതായി പോയിക്കോളും. പിന്നെ ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യാം. നേരത്തെ ചേർത്തതുപോലെ തന്നെ സൂപ്പർ റെഡ് ആണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിത് ബേക്കിംഗ് ട്രേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ്. നേരത്തെ പോലെ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ആണ്.
അപ്പോൾ ഇവിടെ 3 കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ 2.5 kg 2 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്യാണ്. അപ്പൊ ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ റിച്ചിന്റെ ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത്, വിപ്പ് ടോപ്പിംഗ്. അപ്പോൾ ഇതിന്റെ 2 പാക്കാണ് ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നത്. കാരണം 3 കേക്കില്ലേ, അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു 3 പാക്കറ്റ് വേണം. ആദ്യം ഞാൻ 2 പാക്കറ്റാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു 1 മണിക്കൂർ മുമ്പ് ഒന്ന് ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് അടിക്ക് വെക്കുക. എന്നിട്ട് മാത്രം ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗറേ ഞാൻ ആഡ് ചെയ്യണതുള്ളൂ. പിന്നെ ആദ്യം നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ 6 ഷുഗർ ഇടരുത്. ബീറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് കട്ടിയായി വന്നതിന് ശേഷം മാത്രം ഷുഗർ ഇട്ട് കൊടുക്കുക. എല്ലാവരും പറയുന്നുണ്ട് ബീറ്റ് ചെയ്തിട്ട് കട്ടിയാവണില്ല എന്ന്. അപ്പൊ എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്നൊരു തിക്നെസ് വന്നിട്ട് മാത്രം ഷുഗർ ചേർത്ത് കൊടുക്കുക. ഷുഗർ കൂടുതലൊന്നും വേണ്ട, അതിൽ ഓൾറെഡി ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണേ ഉള്ളൂ. അതുകൊണ്ടൊരു 6 ടേബിൾ സ്പൂൺ മതി കേട്ടോ, അതിലേറെ ഒന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിക്കായി വന്നതിന് ശേഷം മാത്രമേ ഷുഗർ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആദ്യമില്ല വെള്ളം പോലെയല്ല, കുറച്ചൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ തിക്കായിക്കോളും. നമ്മള് തീരെ കട്ടില്ലാതാക്കിയാൽ പെട്ടെന്ന് ഒന്നും ആവൂല. ഏകദേശം ഒരു 1.5 hours എങ്കിലും എടുക്കും ഇതൊന്ന് തിക്കായി വരണമെങ്കിൽ. ഇനി ചീസ് ക്രീം, റെഡ് വെൽവെറ്റിന്റെ പ്രത്യേകതയാണ് ചീസ് ക്രീം വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുക. ഞാനിപ്പോ ഇത് കംപ്ലീറ്റ്ലി ചീസ് ക്രീം വെച്ചിട്ടല്ല. അപ്പൊ ഇതാണ് ചീസ് ക്രീം, ഇതേപോലത്തെ ഒരു പാക്കറ്റിലാണ് കിട്ടുക. അപ്പൊ ഇതിപ്പോ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ക്രീം ചീസ്. അപ്പൊ ഇത് ഞാൻ കൂടുതലൊന്നും ചേർക്കണില്ല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാണ്. പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ടിട്ടാണ് ഇത് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എത്രയാണോ മധുരം വേണ്ടത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചീസ് ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ, ബട്ട് അത് അത്ര വലിയ ടേസ്റ്റി ആവില്ല. അത് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാനിവിടെ ചെയ്യണത്. കൂടുതലൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇതും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പൊ ഇതിവിടെ ചീസ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഞാനിപ്പോ ഈ വിപ്പിംഗ് ക്രീം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ, ഫ്രിഡ്ജിന്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത്, എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ചീസ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യും കൂടി ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാണ് ചെയ്യണത്. എല്ലായിടത്തും ചീസ് ക്രീമും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ചീസ് ക്രീമും വിപ്പിംഗ് ക്രീമും ഒക്കെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഞാനിവിടെ ഒരു 2 kg ബോർഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡൊക്കെ വെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് ഈ ബോർഡ്. അപ്പൊ ഞാൻ ഇതിന്റെ മേലെ ജസ്റ്റ് കേക്ക് നല്ല സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലേക്ക് നമ്മള് 2.5 kg ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നോർമല് ചെയ്യണ പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതൊന്ന് വെറ്റാക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ വെറ്റാക്കണം. നമുക്ക് നമ്മളെ കേക്ക് എത്രത്തോളം സോഫ്റ്റ്നെസ് വേണോ അത്ര വെറ്റാക്കി കൊടുക്കുക തന്നെ വേണം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മേലെ ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പൊ ഇതിവിടെ ഫസ്റ്റ് ലെയർ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് ചോക്ലേറ്റ്, ഞാൻ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇടുക, ചെറീസ്, പൈനാപ്പിൾ എന്തും ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പിസ്തം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ, ലാസ്റ്റ് ലെയർ 2.5 kg രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലും ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക. പിന്നെ ടോപ്പിലെ ലെയർ അതൊക്കെ നന്നായിട്ട് തന്നെ വെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഉള്ളിലെ ലെയറിനെക്കാട്ടിലും കുറച്ചും കൂടി തിക്കായിട്ട് കാരണം മേലത്തെ ലെയർ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റാക്കി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ വെറ്റാക്കിയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട്
ഫുള്ളായിട്ട് കവർ ചെയ്യുക. കേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ലെയർ ക്രീം ചെയ്യാണ് ചെയ്യണത്. അപ്പൊ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കണ അറിയണാല് നമ്മളൊരു 2 വട്ടമൊക്കെ നമ്മൾ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിക്കും. നല്ല ഈസിയാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മളെ 2.5 kg കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 kg ആണ് ചെയ്യേണ്ടത്. ഞാൻ ഇതിന് മേലേക്ക് ഫസ്റ്റ് ലെയർ കറക്റ്റ് ഇട്ടോ എല്ലാ സൈഡും നോക്കിയിട്ട് വെച്ചുകൊടുക്കുക. 1.5 kg ഫസ്റ്റ് ലെയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്ക് സെപ്പറേറ്റ് ആയി ചെയ്തിട്ട് ഇതിന്റെ മേലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഞാനിത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കിയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം വെക്കുക, നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇതിന്റെ മേലേക്ക് ഞാനിവിടെ കുറച്ച് പിസ്ത ഗ്രേറ്റ് ചെയ്തതും പിന്നെ വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ സെക്കൻഡ് ലെയറും വെച്ചു കൊടുത്തു. ഞാനിത് വീഡിയോ സ്പീഡാക്കി കാണിക്കുകയാണ്, അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പൊ പിന്നെ അതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക, ഓരോന്നും ചെയ്തെടുക്കുക. ഇപ്പൊ 2 ലെയർ കഴിഞ്ഞു. ഇനി ഇതിന്റെ മേലേക്ക് 3ാമത്തെ ലെയറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. നന്നാക്കി വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇത് 1.5 kg ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതാക്കി കൊടുക്കുക, ക്ലീൻ ആക്കി കറക്റ്റ് ആയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതും ഇവിടെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മേലെ എന്ന് പറയുന്നത് 1 kg കേക്കാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, 2 തട്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഇനി 3ാമത്തതും കൂടി നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് സെന്ററിൽ തന്നെ വെച്ചു കൊടുക്കുക, എല്ലാ ഭാഗമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന് മേലേക്ക് വെച്ചു കൊടുക്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 kg കേക്ക് 4 ലെയർ ആക്കിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് നന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇനി ഞാനിത് കംപ്ലീറ്റ് ആക്കി ചെയ്യട്ടെ, എന്നിട്ട് അവസാനം കാണിക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗനാഷ്, ഞാനിത് ഗനാഷ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പൊ എങ്ങനെയാന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. മെല്ലോടെ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഇതാണ് എടുത്തിട്ടുള്ളത്, വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ആ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യാം. ബട്ട് ഞാൻ ഒന്നും അത് മിക്സ് ആയതിനു ശേഷം മാത്രമേ ഡബിൾ ബോയിൽ ചെയ്യണതുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാക്കി എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഇളക്കൊന്നും ചെയ്യാത്ത അങ്ങനെ തന്നെ നിന്നോട്ടെ, തന്നാൽ അതിൽ മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ഒന്ന് മിക്സ് ആയിട്ട് ഉണ്ടാവും. അത് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവാണ്. അപ്പൊ ഞാനിതിന് ജസ്റ്റ് ഒരു ഗ്ലൈസിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബട്ടറാണ്, ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഓൾറെഡി ഇതിൽ കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് അതും കൂടി അതിൽ മെൽറ്റ് ആയിക്കോളും. അപ്പൊ ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് ബോയിലിംഗ് മെത്തേഡ് ചെയ്യാണ്, ഡബിൾ ബോയിൽ ചെയ്യാണ്. ഇത് ജസ്റ്റ് എല്ലാം കൂടി ഒരു ഇതൊന്നുണ്ടല്ലോ, ചെറിയ ലംസ് ഒന്നും ഉണ്ടാവാതെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഡബിൾ ബോയിൽ ചെയ്യാട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പൊ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കളറാണ് ചേർക്കുന്നത്, സൂപ്പർ റെഡിന്റെ. ഞാൻ നേരത്തെ എടുത്ത അതേ കളറാണ്.
നമുക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ആയിട്ടുണ്ട്. വെഡിങ് കേക്കൊക്കെ അല്ല, അപ്പോൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യണത്. ഫോട്ടോക്കും എല്ലാത്തിനും നല്ലൊരു ഭംഗി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഗനാശ കംപ്ലീറ്റ് ആയിട്ട് കേക്കിന്റെ മേലേക്ക് ഒഴിക്കുകയാണ്. കേക്കൊക്കെ റെഡി ആയി നിൽക്കുകയാണ്. നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാനിത് ഇതുപോലത്തെ ഒരു സോസിന്റെ കുപ്പി ഉണ്ടല്ലോ നമ്മൾ കടയിലൊക്കെ കിട്ടുന്നത്, അതേപോലത്തെ ഒരു കുപ്പിയിലേക്ക് ഗനാശ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാന് ഇതിന്റെ മേലേക്ക് നമ്മൾ ഗനാശ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗനാശ നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേക്കിന്റെ ക്രീമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി പോവും. ക്രീമും ഗനാശയും കൂടി ഒന്നായി പോട്ടോ. അപ്പോൾ ഞാൻ അടിയിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ വിരിച്ചു കൊടുത്തേക്കാണ്. ഇത് കാരണം 3 തട്ടാണല്ലോ, അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും കഴിയൂല. കാരണം അടിയിൽ അതിനെക്കാട്ടും വലിയ പേപ്പറൊന്നും പ്ലേറ്റ് ഒന്നും വെക്കാനില്ല. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു 2 പേപ്പർ നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഗനാശ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിനി ആവാത്തടത്തൊക്കെ നന്നായിട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കേക്കിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഗനാശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഡെക്കറേഷൻസ് ആണ് ചെയ്യണത്. അപ്പോൾ കളറ് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടാവും, കാരണം അത് വെഡിങ് കേക്ക് ആണല്ലോ. അപ്പോൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ, അതൊന്നും പ്രോബ്ലം അല്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ തിന്നുള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നോസിൽ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഇപ്പൊ റെഡ് കളർ അല്ല, അതിമൊക്കെ എന്തൊരു വൈറ്റ് കൊണ്ട് എന്ത് ചെയ്താലും നല്ല അടിപൊളി ഡിസൈൻ തന്നെ ആവും. അതുകൊണ്ട് ഞാനിനി ജസ്റ്റ് എല്ലാ കേക്കിന്റെ അടിയിലും ഇതേപോലെ ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ വീഡിയോസ് കുറേ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടിയും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്നും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് ഞാനിവിടെ പൂവിട്ട് കൊടുത്തിട്ടുണ്ട്, ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് കുറച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്ട്രോബെറിയും കിവി, ഇതിൻ്റെ ഫാദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മളിവിടെ നാട്ടിൽ ഇത്ര ഫ്രഷ് ആയിട്ടുള്ളൊന്നും കിട്ടൂല, പിന്നെ ഇത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഇവിടുത്തെ സ്ട്രോബെറി എന്നൊക്കെ പറയണത്. അപ്പോൾ ഇത് അവിടുന്ന് കൊണ്ടുവന്നതാട്ടോ. ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഞാനിതിവിടെ ചെറിയ സ്ലൈസ് ആക്കി മുറിച്ചിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കിവി പിന്നെ സ്ട്രോബെറി അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ റെഡുമൊക്കെ ഒരു ഗ്രീനും കൂടി വന്നപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്.
ഇതൊക്കെ ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടി ചെയ്യാണ്. പിന്നെ വെഡിങ് കേക്ക് അല്ലേ നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ കൊടുക്കണമല്ലോ. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് പാൻ്റെ സിസിൻ്റെ മോക്ക് ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രോബെറിയും കിവിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഞാനിനി ഇതിമേക്ക് ഒരു സാധനം ഇറക്കി വെക്കാണ്. സാധനത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. പണ്ടൊരു 2 ആൾക്കാരുതാണ് വെഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, ഒരു പാക്കറ്റിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിത് സെന്ററിലൊന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് മിറർ ആയതുകൊണ്ട് ജസ്റ്റ് കാണുന്നില്ല തോന്നണ. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാണ് വേണ്ടത്. മാക്സിമം ഓവർനൈറ്റ് വെക്കണതാണ് നല്ലത്. ഞാനിപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് നാളെയാണ് കല്യാണം, അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിനായിട്ട് വലിയ പെട്ടിയൊക്കെ ഉണ്ട് നമ്മളെ ഈ കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നല്ല ഒരു വെള്ള കവറിൽ നല്ലൊരു പെട്ടി, ഒരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പെട്ടിയാണ്. കാരണം ഇത് വലുതല്ല കേക്ക്, സാധാ പോലത്തെ കേക്കിന്റെ പെട്ടിയല്ല, നല്ല വലിയൊരു പെട്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ കാണാനും നല്ല ലുക്കുണ്ട്. ഇത് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെഡിങ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഗനാഷൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം കഴിഞ്ഞവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്